വിശ്വാസികളുടെ വികാരത്തെ പരിപൂർണമായും തകർത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു. പിണറായി വിജയൻ എന്തൊരു വാശിയായിരുന്നു. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്നുള്ള കാര്യത്തിൽ എന്തോ ഒരു വാശിയായിരുന്നു. മുഴുവൻ പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് കയറ്റിയില്ലേ. അപ്പോൾ ആചാര സംരക്ഷണവും വിശ്വാസ സംരക്ഷണവും ഒരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹത്തിന് വനിതാ മതിൽ പിടിച്ചില്ലേ. മാത്രമല്ല കേരളം മുഴുവൻ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയില്ലേ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വിശ്വാസികളുടെ കാര്യം ഓർമ്മ വന്നു. 10 വർഷം വേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കാനല്ലെങ്കിൽ പിന്നെന്താണ്? ഇത് കാപട്യമല്ലെങ്കിൽ പിന്നെന്താണ്? നവോത്ഥാന സമിതി പിരിച്ചുവിടണം ഇപ്പൊ തന്നെ. എന്തിനാണ് ഈ നവോത്ഥാന സമിതി? നവോത്ഥാന സമിതി ഉണ്ടാക്കി കേരളം മുഴുവൻ ജാഥ നടത്തുകയും യോഗം നടത്തുകയും ഞങ്ങളിതാ പുതിയ നവോത്ഥാന നായകനെ അവതരിപ്പിക്കുന്നൊക്കെ ചെയ്യുന്നു പറഞ്ഞ ആളുകൾ ഇപ്പം യൂട്ടേൺ അടിക്കുകയല്ലേ. എന്താണ് മറുപടി പറയാനുള്ളത്? അപ്പൊ 2 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള നിലയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലേ, മാന്യമായിട്ട് ഇത് അംഗീകരിക്കുക, ഭക്തജനങ്ങളുടെ വികാരം ഇതാണ്, അതിനോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ. ഇതൊന്നും കേൾക്കാതെ ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റ് ഇപ്പം അവരുടെ വോട്ട് കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഇത് തിരുത്തിയിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള കഴിവുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത്ര വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരല്ലേ. ഇപ്പോൾ ഈ യു ടേൺ അടിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം. അല്ല, മാത്രമല്ല അവർ വഞ്ചിച്ച വിശ്വാസികളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നേരത്തെ ഇത് ചെയ്യണമായിരുന്നു. ഇപ്പൊ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്. അത് ജനങ്ങൾ തിരിച്ചറിയും. ഒരു സംശയം, ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല. ഇതൊക്കെ കാപട്യമാണെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഓർക്കണം, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണം. ശബരിമല സന്നിധാനത്തിൽ പോലീസിനെ നിർത്തിക്കൊണ്ട് 2 യുവതികളെ കയറ്റാൻ വലിയ താല്പര്യമായിരുന്നു മുഖ്യമന്ത്രിക്ക്. ഇപ്പൊ ആ താല്പര്യം പോയോ? അപ്പൊ അന്ന് ചെയ്തത് തെറ്റാണെന്ന് ജനങ്ങളോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എനിക്ക് മാപ്പ് തരണമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് വേണം സുപ്രീം കോടതിയിൽ ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.